വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പിണറായി വിജയൻ, വി ഡി സതീശൻ, അതിനിടയിലാണ് ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നത്. ഏത് തരത്തിലുള്ള നേരിടലായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്? ഈ നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ്സുകാർ ഇനിയിപ്പം സത്യപ്രതിജ്ഞ ചെയ്താൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ വലിയ വിജയമാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ ഉണ്ടാക്കിയത്. അത് ഇതിനുശേഷം വന്നിട്ടുള്ള കാര്യങ്ങൾക്കും സംഭവ വികാസങ്ങളും പൊതുവെ അവർക്ക് ഗുണം ചെയ്യുന്നതാണ്. അതായത് ശബരിമല വിഷയം മൂർച്ഛിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ ബാലനെ പോലുള്ള ആളുകൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് അവർ കരുതുന്നു. മാത്രമല്ല അവരുടെ ഇടയിൽ മുമ്പത്തെ പോലെ വലിയ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഇപ്പം കാണുന്നില്ല. അപ്പോൾ അവർ വലിയ കോൺഫിഡൻസിലാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്താൽ മതി എന്നുള്ള ഫീലാണ് അവർ നിൽക്കുന്നത്. ഇപ്പോഴത്തെ പിണറായിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വളരെ കോൺഫിഡൻ്റാണ്. പിണറായിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അങ്ങേര് ഈ പ്രോഗ്രസ് കാർഡ് കാണിച്ചാണ് അങ്ങേരുടെ അർത്ഥം. അത് കുറച്ച് ലോജിക്കലാണ്. പിന്നെ ഈ പറയുന്ന പഞ്ചായത്ത് ഇലക്ഷനിലുള്ള ഈ മേൽക്കൈ എന്നുള്ളത്, യു ഡി എഫിൻ്റെ മേൽക്കൈ എന്നുള്ളത് ഒരു 20 മണ്ഡലങ്ങൾ ഡിഫറൻസ് വരുമ്പോഴുള്ളൂ. അതും പലതും 5000 വോട്ടിന് താഴെയാണ്. ഇതൊക്കെ മറക്കാൻ പറ്റുന്നതാണ്. അതാണ് പിണറായിയുടെ കോൺഫിഡൻസ്. അപ്പോൾ പ്രോഗ്രസ് കാർഡ് കാണിക്കുകയും ഇനിയുള്ള കോൺഗ്രസ്സുകാർ നല്ല രീതിയിൽ ക്ഷേമപ്രവർത്തനം കാര്യങ്ങളൊക്കെ നടത്തി CPM-കാരുടെ അഹങ്കാരം ഒന്ന് കുറയ്ക്കുകയും പിന്നെ ചീത്തപ്പേരുണ്ടാക്കുന്ന കുറച്ച് ആളുകളെയൊക്കെ കളഞ്ഞാൽ, അപ്പോൾ പലരും പോയി കളഞ്ഞു കഴിഞ്ഞാൽ അത് ഗുണമാകും എന്നാണ് പിണറായിയുടെ അല്ലേ. അപ്പം പിണറായി കോൺഫിഡൻസിലാണ്. പിണറായിക്ക് ഒരു വേറെ പരിപാടി, ഇലക്ഷൻസ് തോറ്റു കൊടുത്ത് അങ്ങനെ ഉദ്ദേശിക്കുന്ന ഇലക്ഷൻ ജയിപ്പിക്കുന്ന ഒരു സ്വഭാവം അങ്ങനെ ഉണ്ട്. കാരണം ഈ പഞ്ചായത്ത് ഇലക്ഷൻ ജയിച്ചിരുന്ന CPM-കാർക്ക് അഹങ്കാരം ഒന്നും കൂടി കൂടുമായിരുന്നു. അപ്പോൾ ആമയും മുയലും പോലെ ആവും. ഞങ്ങേര് ബോധവും വല്ല പണിയെടുത്താണെങ്കിൽ നല്ല സംശയമുണ്ട്. പിന്നെ പിണറായി നിങ്ങൾക്ക് അറിഞ്ഞോളാത്തതുണ്ടോ? പഞ്ചായത്ത് ഇലക്ഷൻ ഒന്നും പിണറായിയുടെ ലക്ഷ്യമല്ല. മൂപ്പർക്ക് നിയമസഭയാണ് മൂപ്പരുടെ ലക്ഷ്യം. അപ്പം മപ്പത്താണെങ്കിൽ ഇലക്ഷൻ വരെ കഴിയുന്നവരെയെങ്കിലും സതീശനായിരിക്കും ലീഡർ എന്നുള്ളൊരു വ്യക്തത ഇപ്പം വന്നിട്ടുണ്ട്. സതീശൻ മാത്രമേ പ്രൊജക്റ്റ് ചെയ്യപ്പെടും. ഈ രീതിയിൽ എല്ലാ ഗ്രൂപ്പുകാരും സതീശൻ്റെ കട്ടൗട്ടൊന്നും വെച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാൽ സതീശൻ ഞാൻ പേടിച്ചെന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞാൽ കട്ടൗട്ടൊക്കെയാണ് കാണുന്നത്, ഹോർഡിങ്സ് കാണുകയാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഒരു നല്ല ഫൈറ്റിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. കോൺഗ്രസ് വളരെ കോൺഫിഡൻസിലാണ്. ഇപ്പം കോൺഗ്രസ് നല്ല ഫൈറ്റാന്ന് പറഞ്ഞാൽ പോലും കോൺഗ്രസ്സുകാർ നമ്മളന്ന് തെറിയുന്നത്. അതേ സമയം ജയിച്ചു കഴിഞ്ഞു. ഈ ഇലക്ഷനൊക്കെ വേണമെങ്കിൽ നടത്തിയാൽ മതി. അല്ലെ അവർ ലിസ്റ്റ് കൊടുക്കും, അവരൊക്കെ MLA-മാരെ ഇലക്ഷൻ കമ്മീഷൻ ഡിക്ലെയർ ചെയ്താൽ മതി. അതാണ് അവരുടെ ലൈഫ്. ഈ BJP-യെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് BJP രാജീവ് ഒരിക്കലും വിസിബിൾ അല്ല. രാജീവിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഷെയർ കൂട്ടുക എന്നുള്ളത് രാജീവിൻ്റെ അജണ്ടയിലല്ല. രാജീവിന് റിസൾട്ടാണ്. ഇപ്പം പഞ്ചായത്ത് ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആകെ മൊത്തം BJP ഇമ്പ്രൂവ് ചെയ്തതാണ്. കാരണം നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറയുന്നത് BJP-ൻ്റെ ഒരു കോർ വോട്ട് ഇവിടെ 15%. 15 സ്ഥിരമായി നിൽക്കുന്ന വോട്ട്. അപ്പോൾ ഈ 15% അതായത് നിലനിർത്താൻ പറ്റി. എല്ലായിടത്തും ഡിജിറ്റ്സ് കൂട്ടി. ടോട്ടൽ വാർഡുകൾ എണ്ണം കുറഞ്ഞു, അല്ലാതെ പഞ്ചായത്ത് എണ്ണം കൂടുതൽ കിട്ടി, മുനിസിപ്പാലിറ്റി എണ്ണം കൂടുതൽ കിട്ടി, ഒരു കോർപ്പറേഷൻ കിട്ടി. കോർപ്പറേഷനാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏൽപ്പിച്ച ടാസ്ക് അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തെ ഏൽപ്പിച്ച ടാസ്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ളത്. അതുള്ളിൽ നിന്ന് ഇത്രമാത്രം പ്രശ്നം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റിയെന്നുള്ള വലിയ കാര്യമാണ്. അപ്പം ഇനി നിയമസഭാ ഇലക്ഷന് വേണ്ട പണി അവർ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ അവർ സ്ഥാനാർത്ഥികളെയൊക്കെ നിർണ്ണയിച്ച് പ്രവർത്തനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. BJP സ്ഥിരമുള്ള കടൽക്കേവന്മാർ എണീറ്റ് വന്ന് മത്സരിക്കാൻ പറയും. അതാണ് പ്രശ്നം. അപ്പോൾ രാജീവ് ഒരു കുതിരശക്തിയായിരിക്കും, ബ്ലാക്ക് ഹോഴ്സ് ആയിരിക്കും, കറുത്ത കുതിര. ഈ കറുത്തതായാലും വെളുത്തതായാലും അതിൻ്റെ ശക്തി പ്രകടിപ്പിച്ചാൽ മതിയല്ലോ. ശക്തി ഓടിച്ചാൽ മതി. മറ്റേ കുതിരയുണ്ട് ബ്ലാക്ക് ഹോഴ്സ് എന്ന് പറയുന്നത്, ബ്ലാക്ക് സ്റ്റാലിയൺ എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായി വന്ന് വിജയങ്ങൾ നേടുന്ന ഒരു ടൈമാണ്. വലിയ വിജയങ്ങൾ നേടുക. അപ്പോൾ രാജീവ് ഒരു 5 സീറ്റ് നേടിയ രാജീവിന് വിജയമാണ്. 5 സീറ്റ് നേടിയെന്ന് വെച്ചാൽ 5 സീറ്റ് ജയിക്കാൻ സാധ്യതയുള്ള ആളുകൾ ശോഭാ സുരേന്ദ്രൻ, രാജീവ്, അതുപോലെ തന്നെ B മുരളീധരൻ, ഇങ്ങനെയുള്ള ആളുകളാണ്. ഇവരൊക്കെ ഇപ്പം നിയമസഭയിലുള്ള ഏതൊരാളെക്കാട്ടും പെർഫോം ചെയ്യാൻ ശേഷിയുള്ള ആളുകളാണ്. രാജീവ് ആണെങ്കിൽ അതിന് നന്നായി ബിസിനസ് അറിയാം. മുരളീധരനാണെങ്കിൽ നന്നായി പോപ്പുലർ പൊളിറ്റിക്സ് അറിയാം. മറ്റേ അവർ ഫയർ ബാൻഡ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. പിന്നെ ഇവിടെ അനൂപ് ആന്റണി അങ്ങനെ ടീം വന്നാൽ സെറ്റാവും. അപ്പോൾ 5 സീറ്റ് അവർ പിടിക്കുകയും
5 സീറ്റ് BJP പിടിച്ച കേരളത്തിൻ്റെ പൊളിറ്റിക്സിൻ്റെ സ്വഭാവമാവും. പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിപ്പം കോൺഗ്രസ് ഇരുന്നാൽ കോൺഗ്രസ് അവശേഷിക്കുന്ന നായക വോട്ടുകൂടി BJPയിലേക്ക് പോകും. CPM ഇരുന്നാൽ ഉള്ള 7 വോട്ടിൻ്റെ തരക്കേടില്ലാത്തൊരു വർഷം BJPയിലേക്ക് പോകും. അപ്പം 5 സീറ്റെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ രാജീവ് ഒരു ബ്ലാക്ക് ഹോഴ്സ് ആവും. അതിനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ഒരുക്കവർ നടത്തുന്നുണ്ട്. സൈലൻ്റ് ആണെന്നുള്ളത്. അതുകൊണ്ട് രാജീവ് എല്ലാവരെയും പോലെ പത്രസമ്മേളനം നടത്തി ഞങ്ങളിത് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന മണ്ഡലത്തിനൊന്നും അങ്ങനെ കാണിക്കാറില്ല. അങ്ങനെ ഞാൻ മനസ്സിലാക്കി എല്ലാ മണ്ഡലത്തിലും എന്തൊക്കെയോ സംഗമോ അതോ ഇതോ എന്നൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏതാവരും വന്ന് കഴിഞ്ഞാൽ വഴിയമ്പലമായി BJPനെ മാറ്റുന്ന ഒരു പരിപാടിയുണ്ട്. അത് രാജീവിൻ്റെ കാലത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല. അത് ഗുണത്തേക്കാൾ അധികം ദോഷമേയുള്ളൂ. ആർക്കും കയറി വരാവുന്ന വരുന്ന ആളുകളെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം സമീപ സമയത്ത് വന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം അല്ലേ? ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതല്ലേ പിന്നെ അതിലും വലിയ പ്രശ്നമാവും. നിങ്ങൾ ആരാ നോക്കിയിട്ട് എടുക്കാൻ പാടുള്ളൂ. അവർക്കത് ബുദ്ധിമുട്ടൊന്നുമല്ലല്ലോ. വരുന്ന ആളെ മൊത്തം വിളിച്ചിട്ട് ഉള്ള പേരും കൂടി പോയി കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ, ഒരു വോട്ട് ബാങ്ക് കയ്യിലുള്ള ആളുകൾ, ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ ഒരു 10,000 വോട്ട് കയ്യിലുള്ള ഒരാളാണെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ശിവൻകുട്ടി CPM വിട്ട് വിചാരിച്ചു. ശിവൻകുട്ടി നല്ല സ്വാധീനമുള്ള ഒരാളാണ്. അതാണ്. എന്നാൽ വിജയകുമാറിന് അത്ര സ്വാധീനമില്ല. അങ്ങനെ വിജയകുമാർ ജനങ്ങളിൽ നിന്ന് അകന്നല്ലോ. അല്ല, പണ്ടേ വിജയകുമാറിന് അങ്ങനെ. ശിവൻകുട്ടി എന്ന് വെച്ചാൽ ആളിടയിൽ ഇറങ്ങി ചെന്ന് കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്. വിജയകുമാർ ആളുകൾ ഫ്രണ്ട്ലിയാണ്, പക്ഷേ കാര്യങ്ങൾ നടന്നിട്ടൊന്നും എനിക്കറിയില്ല. അപ്പം ശിവൻകുട്ടീൻ്റെ ഒരു ഗുണം അതാണ്. അപ്പം ശിവൻകുട്ടീനെ പോലുള്ള ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കണം. കാരണം അത് പിന്നെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. ഇപ്പോൾ രാജേന്ദ്രൻ എനിക്കറിയില്ല. രാജേന്ദ്രൻ പീരുമേണ്ട എത്ര വോട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പീരുമേണ്ട കൂടെ ഇടുക്കിയിലല്ല എങ്ങനെ. അപ്പം അങ്ങനെയുള്ള ആളുകളെ ആകർഷിക്കുന്നത് നല്ലതാണ്. അല്ലാതെ വെറുതെ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ സ്വയം ഒരു പേരുണ്ടാക്കി വെച്ചിട്ട് അവരെയും കൂട്ടി വന്നിട്ട് ഒരു കാര്യമില്ല. അത് അബദ്ധമാവുകയുള്ളൂ. സുരേന്ദ്രൻ അങ്ങനെ ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ കൊണ്ടുവന്ന് പ്രത്യേകിച്ച് ഗുണമുണ്ടായിട്ടില്ല. രാജീവ് ഷൈൻ ലൈനിനെ കൊണ്ടുവന്ന് നല്ലതായിരുന്നു. ഷൈൻ ലൈൻ അവിടെ ഈ പറയുന്ന ബോർഡർ ഏരിയ, തമിഴ്നാട് ബോർഡർ ഏരിയയിൽ അത്യാവശ്യം സ്വാധീനമുള്ളൊരു കക്ഷിയാണ്. അപ്പോൾ BJPയുടെ സപ്പോർട്ടും കൂടി അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതുപോലെ കേണൽ ഡെനി കൊള്ളാം. ആലപ്പുഴ കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ കൊല്ലത്ത് അദ്ദേഹം പതുക്കെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ ശരിയാണ്. അപ്പോൾ അത് BJP ശ്രദ്ധിക്കണം. BJPക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു അബദ്ധം അതാണ്. വരുന്ന ആളുകളെ മൊത്തം കയറ്റിയെടുത്തു. അങ്ങനെ കയറ്റിയെടുത്ത് ഒരു കാര്യം 4 ദിവസം ന്യൂസിൽ നിൽക്കുമെന്നല്ലാതെ ദീർഘകാല അടിസ്ഥാനത്തെ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 40 സീറ്റാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ 5 കിട്ടും വിചാരിക്കാം. 110 ഇടതുപക്ഷം പറയുന്നില്ലേ, 100. അപ്പം ആകെ 140 ഉള്ളൂ. 110 പിണറായിൻ്റെ കോൺഫിഡൻസ് ശരിയാണെ പറയാൻ പറ്റില്ല. അയാൾ നിങ്ങളെ വിചാരിക്കുന്ന പോലെ അല്ല. അയാൾ വേറെ ടൈപ്പ് കക്ഷിയാണ്. അയാൾ എത്ര തവണ എഴുതി തള്ളിയെന്ന് നിങ്ങൾക്കറിയോ? പിണറായിനെ പണ്ട് പാർട്ടി സഹകരണ ബാങ്ക് പ്രസിഡൻ്റായിട്ട് അവിടെ ഇരുത്തി 10 വർഷം ഒരു പണിയും കൊടുക്കാതെ അവിടുന്ന് വന്നാണ് അയാൾ ഇത്രയും കയറി വന്നത്. മദിനിയോടുകൂടി ലോക്സഭ 2009 തോറ്റപ്പോൾ അങ്ങനെ എഴുതി തള്ളിയതാണ്. VS 2011 VS തരംഗം ആഞ്ഞടിച്ചപ്പോൾ അങ്ങനെ എഴുതി തള്ളിയതാണ്. പിണറായി നിങ്ങളങ്ങനെ എഴുതി തള്ളണം. അങ്ങനെ ഈ കോവിഡ് വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ദിലീപ് കേസിൻ്റെ മുമ്പൊക്കെ അങ്ങനെ പലതവണ എഴുതി തള്ളിയതാണ്. അപ്പം അപ്പത് പിണറായി എന്നൊരു ഓർമ്മ ഉണ്ടാവുന്നത് നല്ലതാണ്. ഫേസ്ബുക്ക് കയറിയിട്ട് 4 കമൻ്റ് അടിച്ചുകൊണ്ടോ തെറി കൊടുത്തുകൊണ്ടോ തോൽപ്പിക്കാൻ പറ്റുന്ന ആളല്ല പിണറായി. അപ്പം അങ്ങനെ പ്രശ്നമുണ്ട്. സൂക്ഷിക്കണം. രാജീവ് എന്ന കറുത്ത കുതിരയ്ക്ക് പിണറായിയും തമ്മിൽ മത്സരമില്ല. പിണറായും VD സതീശനും രാജീവും തമ്മിലായിരിക്കും മത്സരം, വോട്ട് പിടിക്കാനുള്ള മത്സരം. മറ്റേത് പിണറായിയുടെ വോട്ടൊക്കെ ഏതാണ്ട് ഫിക്സ്ഡ് ആണ്. ഇവരെത്ര വോട്ട് അങ്ങോട്ടും മാന്തുന്നതിനനുസരിച്ചിരിക്കും LDFിൻ്റെ വിജയം. അത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.